പണ്ട് പണ്ട് പച്ചപ്പ് നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ടായിരുന്നു. അവന്റെ പേര് രാഘവൻ. രാഘവൻ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിലും മണ്ണിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. അവന്റെ പാടം നിറയെ കപ്പയും ചേനയും കാച്ചിലും. ഈ വിളവുകൾ അവൻ തന്റെ ചെറിയ ഉന്തുവണ്ടിയിൽ ഒരു ചന്തയിലേക്ക് കൊണ്ടുപോകുന്നു. ചന്തയിൽ ആളുകൾ സന്തോഷത്തോടെ അവ വാങ്ങുന്നു. അങ്ങനെ അവൻ കൃഷി ചെയ്ത് ആ വിളവുകൾ വിറ്റ് സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. ഇതായിരുന്നു രാഘവന്റെ ലോകം. സ്നേഹം നിറഞ്ഞ് പച്ചപ്പിനോട് ചേർന്ന് നിന്ന് ഒരു ലളിതമായ ജീവിതം. ഇത്തവണ രാഘവന്റെ അധ്വാനത്തിന് പ്രകൃതി കനിഞ്ഞു നൽകിയത് ഒരു വലിയ അത്ഭുതമായിരുന്നു. അവന്റെ കൃഷിയിടം ഇത്രയും വലിയ വിളവ് ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. ദേവി, നോക്കിയേ, ഇത്രയും വലിയൊരു ചേന നമ്മുടെ ഈ മണ്ണിലുണ്ടായെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ചേന വിറ്റാൽ തന്നെ അനന്യയ്ക്ക് നല്ലൊരു ഉടുപ്പ് വാങ്ങാനുള്ള കാശ് കിട്ടും. സത്യമാണ് രാഘവേട്ട, ദൈവമായിട്ട് തന്നതാണിത്. ഇത്രയും കപ്പയും ചേനയും ചന്തയിൽ കൊണ്ടുപോയാൽ നല്ലൊരു തുക നമുക്ക് കിട്ടില്ലേ? പിന്നല്ലാതെ. ഇത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ വീട്ടിന്റെ മേൽക്കൂര നന്നാക്കുക എന്നതാണ്. കഴിഞ്ഞ മഴക്കാലത്ത് ഓരോ മുറിയിലും പാത്രം വെച്ചാണ് നമ്മൾ വെള്ളം പിടിച്ചത്. ഇത്തവണ കാലവർഷം തുടങ്ങുന്നതിന് മുൻപേ മേൽക്കൂര പണി തീർക്കും. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. മഴ പെയ്യുമ്പോൾ അമ്മയ്ക്കും ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഓടുകളെല്ലാം മാറ്റി പാകണം. ബാക്കി പണമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിത്തുകളും വളവും കൂടി നേരത്തെ വാങ്ങിവെക്കാം. നമ്മുടെ ഈ കൂരയൊന്ന് നന്നായി കിട്ടിയാൽ മതിയായിരുന്നു. ബാക്കി നമുക്ക് പതുക്കെ ചെയ്യാം. എന്തായാലും നാളെ തന്നെ ഞാൻ ഇതെല്ലാം ചന്തയിലെത്തിക്കും. ഇത്തവണത്തെ നമ്മുടെ കഷ്ടപ്പാടിനൊരു ഫലമുണ്ടാകും, ഉറപ്പാണ്. എന്താ രാഘവ, ഒരു ഗൂഢാലോചന? അതെ പവിത്ര, ഇത്തവണ വിളവ് കുറച്ച് കൂടുതലുണ്ട്. ഇത് ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കണം. ഓ, ഈ വിളവെടുപ്പിന്റെ കാര്യമാണോ? സംഗതി ഉഷാറായല്ലോ. ഇത്തവണ നീ മനസ്സറിഞ്ഞു കൃഷി ചെയ്തു എന്ന് തോന്നുന്നു. നിനക്ക് നല്ല ലാഭം കിട്ടാൻ ഒരു വഴിയുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു വലിയ കച്ചവടക്കാരനുണ്ട്. അയാൾ സാധനം നേരിട്ട് വന്നെടുത്തോളും, നല്ല വിലയും തരും. സാധാരണ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി കാശ് നിന്റെ കയ്യിലേക്ക്. അതാണല്ലോ പവിത്ര ഏറ്റവും നല്ലത്. സാധനം ചന്തയിലേക്ക് കൊണ്ടുപോകുന്ന കൂലി ലാഭിക്കാം, വിലയും കൂടുതൽ കിട്ടും. നീ വലിയൊരു സഹായമാണ് ചെയ്യുന്നത്. അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ആകാശം ഇരുളുന്നു. കാറ്റടിക്കുന്നു. മഴയുടെ വലിയ തുള്ളികൾ വീണു തുടങ്ങുന്നു. അയ്യോ, ഇതെന്താ പെട്ടെന്നൊരു ഇരുട്ട്? രാഘവേട്ട, മഴ പെയ്യാൻ തുടങ്ങിയല്ലോ. ഇതെന്താ കഷ്ടമാണ്. ഇപ്പോൾ മഴ പെയ്താൽ ശരിയാകില്ലല്ലോ. പവിത്രൻ പറഞ്ഞ കച്ചവടക്കാരൻ നാളെ വരുമെന്നാണ് പറഞ്ഞത്. പെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത്രയും വേഗം ഇത് നിൽക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം വെള്ളത്തിലാകുമോ ദേവി? ഇത്തവണത്തെ ഈ കൃഷി നമുക്ക് അത്രയ്ക്കും പ്രതീക്ഷയായിരുന്നു. മഴ കനത്താൽ ഈ ചേനയും കപ്പയും ഒക്കെ ചീഞ്ഞു പോകില്ലേ? നമ്മുടെ വീട്ടിന്റെ അവസ്ഥയും മോശമാണ്. മേൽക്കൂരയിലൂടെ വെള്ളമൊലിക്കാൻ തുടങ്ങും. മഴ ശക്തമാകും. ഗ്രാമത്തിലെ മറ്റ് കർഷകർ ഇതൊരു വേനൽ മഴയല്ലേ, ഇപ്പോൾ മാറിക്കോളും എന്ന് കരുതി അടുത്തുള്ള മരച്ചുവടുകളിലും കടത്തിണ്ണകളിലും അഭയം പ്രാപിക്കുന്നു. മഴ ശമിച്ചതിന് ശേഷമുള്ള ദൃശ്യം. ഗ്രാമം മുഴുവൻ ചെളിയും വെള്ളവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കൃഷിയിടങ്ങളിലെ കാഴ്ച ദയനീയമായിരുന്നു. എൻ്റെ ദൈവമേ, എല്ലാം പോയല്ലോ. മണ്ണൊലിച്ചുപോയി, ചേനയെല്ലാം ചീഞ്ഞു തുടങ്ങിയല്ലോ. പവിത്രൻ പറഞ്ഞ കച്ചവടക്കാരൻ വന്നാൽ ഞാൻ എന്ത് കാണിച്ചു കൊടുക്കും? അപ്പോഴാണ് രാഘവൻ കുറച്ചു പച്ചക്കറി കേടാകാതെ നിൽക്കുന്നത് കണ്ടത്. അവ കുറച്ച് ഉയരത്തിലായിരുന്നതുകൊണ്ട് കേടാകാതെ നിന്നിരുന്നു. അവനത് പറിച്ചു കുട്ടയിലാക്കി. അത് കഷ്ടിച്ച് ഒരു കുട്ട നിറച്ചു കിട്ടി. അതുമായി അവൻ വീട്ടിലേക്ക് നടന്നു. ദേവി, ഇത്തവണത്തെ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഈ മഴ കൊണ്ടുപോയി. ആകെ കിട്ടിയത് ഈ കുറച്ച് സാധനങ്ങളാണ്. ഇത് വിറ്റാൽ നമുക്കൊരു നേരത്തെ ആഹാരത്തിനുള്ള വക പോലും കിട്ടില്ല. നമ്മുടെ വീട്ടിന്റെ മേൽക്കൂര, അത് നന്നാക്കാൻ ഈ വിളവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വഴി. ഇപ്പോൾ എല്ലാം വെള്ളത്തിലായി.
പാവപ്പെട്ട കർഷകന്റെ അവസ്ഥ ഇങ്ങനെയാണ്. സാരല്ല രാഘവേട്ട, മറ്റു കർഷകരുടെ അവസ്ഥയും ഇത് തന്നെയാണ്. എല്ലാവരുടെയും വിളവുകൾ നശിച്ചു. നമുക്ക് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. രാഘവേട്ട, നമ്മൾ എന്തിനായി ഇതിങ്ങനെ തന്നെ വിൽക്കുന്നത്? എനിക്കൊരു ബുദ്ധിയുണ്ട്. ഈ കിട്ടിയ കപ്പയും ചേനയും നമുക്ക് വെറുതെ ചന്തയിൽ കൊടുക്കണ്ട. ഇതുകൊണ്ട് നമുക്ക് നല്ല മുരിഞ്ഞ ചിപ്സ് ഉണ്ടാക്കിയാലോ? ചിപ്സോ? ഈ കുറച്ച് സാധനമുണ്ട് എന്ത് ചെയ്യാനാണ് ദേവി? ഈ കപ്പയും ചേനയും നമ്മൾ അരിയുന്നത് പോലെ അരിഞ്ഞാൽ ഒത്തിരി ചിപ്സ് കിട്ടും. ഞാനിത് നന്നായി വറുത്തെടുക്കാം. രാഘവേട്ടൻ ഇത് ചെറിയ പാക്കറ്റുകളിലാക്കി ചന്തയിൽ വിറ്റാൽ പച്ചക്കറിയായി വിൽക്കുന്നതിനേക്കാൾ ഇരട്ടി ലാഭം നമുക്ക് കിട്ടും. വീട്ടുചെലവ് എങ്ങനെയെങ്കിലും നടക്കണ്ടേ? അത് ശരിയാണല്ലോ ദേവി. പച്ചക്കറിയായി ആരും ഇത് വാങ്ങില്ലെങ്കിലും നല്ല ഒന്നാന്തരം കക്കപ്പ വറുത്തതാണെന്ന് പറഞ്ഞാൽ എല്ലാവരും വാങ്ങും. നിന്റെ കൈപ്പുണ്യം എനിക്കറിയാവുന്നതല്ലേ. എങ്കിൽ ഒട്ടും വൈകിക്കണ്ട. രാഘവേട്ടൻ ഇത് കഴുകി വൃത്തിയാക്കിത്താ, ഞാൻ അടുപ്പ് കൂട്ടാം. നമുക്ക് ഇന്ന് തന്നെ ഇത് വറുത്തു തുടങ്ങാം. രാഘവനും ദേവിയും കൂടെ ചിപ്സ് ഉണ്ടാക്കുന്നു. രാഘവൻ ചിപ്സ് തന്റെ ഉന്തുവണ്ടിയിൽ വെക്കുന്നു. ചന്തയിൽ വിൽക്കുന്നു. ഗ്രാമത്തിലെ ചായക്കടയുടെ മുന്നിലും കവലകളിലും രാഘവൻ വണ്ടി നിർത്തി. വറുത്ത ചിപ്സിന്റെ കൊതിപ്പിക്കുന്ന മണം പെട്ടെന്ന് തന്നെ ആളുകളെ ആകർഷിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ വണ്ടിയിലുണ്ടായിരുന്ന എല്ലാ പാക്കറ്റുകളും വിറ്റുതീർന്നു. ആളുകൾക്ക് ഇനിയും വേണമായിരുന്നു. കച്ചവടം നടക്കുന്നുണ്ടെങ്കിലും കിട്ടുന്ന വരുമാനം രാഘവന്റെ കുടുംബത്തിന്റെ നിത്യചെലവുകൾക്ക് മാത്രമേ തികയുമായിരുന്നുള്ളൂ. കടബാധ്യതകളും വീട്ടുചെലവുകളും രാഘവനെ വല്ലാതെ അലട്ടി. ഒരു വൈകുന്നേരം ചിന്താവിഷ്ടനായി നിൽക്കുകയായിരുന്നു രാഘവൻ. അപ്പോഴാണ് ആ പ്രായമായ അമ്മ രാഘവന്റെ അടുത്തേക്ക് വരുന്നത്. എന്താ രാഘവ, ഒരു ആലോചന? കച്ചവടമൊക്കെ നടക്കുന്നുണ്ടല്ലോ. രാഘവൻ തന്റെ കയ്യിൽ പണമില്ലാത്ത കാര്യം അമ്മയോട് പറയുന്നു. അവർ നാട്ടിലെ ജന്മിയെ കണ്ടു സംസാരിക്കാൻ നിർദ്ദേശിക്കുന്നു. ആ അമ്മയുടെ വാക്കുകൾ കേട്ട് രാഘവൻ ഒരു പ്രതീക്ഷയോടെ ജന്മിയുടെ വലിയ തറവാട്ടിലേക്ക് തിരിച്ചു. ജന്മിയുടെ മുന്നിൽ രാഘവൻ തന്റെ അവസ്ഥ വിവരിച്ചു. ഗൗരവക്കാരനായ ജന്മി രാഘവനെ ഒന്ന് നോക്കി. പണം തരാൻ രാഘവ, പക്ഷെ വെറുതെയല്ല. നിന്റെ വീടിരിക്കുന്ന ആ കഷ്ണം ഭൂമി എനിക്ക് പണയം വെക്കണം. കൃത്യസമയത്ത് പണം തിരിച്ചടച്ചില്ലെങ്കിൽ ആ മണ്ണ് എന്റേതാകും. സമ്മതമാണോ? രാഘവൻ ഒന്ന് മടിച്ചു. സ്വന്തം മണ്ണാണ് പണയം വെക്കുന്നത്. എങ്കിലും തന്റെ സ്വപ്നവും കുടുംബത്തിന്റെ ഭാവിയും ഓർത്ത് ഭാരപ്പെട്ട മനസ്സോടെ രാഘവൻ ആ കരാറിൽ ഒപ്പിട്ടു. ജന്മിയുടെ കയ്യിൽ നിന്ന് പണവുമായി വീട്ടിലെത്തിയ രാഘവനെ കാത്ത് ദേവി ഉമ്മറത്ത് നിൽപ്പുണ്ടായിരുന്നു. കാര്യമറിഞ്ഞപ്പോൾ അവളുടെ ഉള്ളൊന്നു പിടഞ്ഞു. രാഘവേട്ടാ, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത്? ആ ജന്മിയെ നിങ്ങൾക്ക് അറിയില്ലാത്തതാണോ? കണ്ണ് ചോരയില്ലാത്ത മനുഷ്യനാണയാൾ. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന അത്യാഗ്രഹി. നമ്മുടെ ഏക സമ്പാദ്യമായ ഈ മണ്ണ് അയാളുടെ കയ്യിലകപ്പെട്ടാൽ... എനിക്കറിയാം ദേവി. എങ്കിലും നമുക്ക് മുന്നോട്ടു പോകാൻ വേറെ വഴിയില്ലായിരുന്നു. നീ പേടിക്കണ്ട. ഞാൻ വാക്ക് തരുന്നു ദേവി. രാപ്പകൽ അധ്വാനിച്ചിട്ടാണെങ്കിലും ആ ജന്മിയുടെ കടം ഞാൻ വീട്ടും. നമ്മുടെ മണ്ണ് പണയത്തിൽ നിന്ന് ഞാൻ തിരിച്ചുപിടിക്കും. നിന്റെ ഈ കഠിനാധ്വാനം വെറുതെയാകില്ല. ജന്മിയിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് രാഘവൻ കൂടുതൽ സാധനങ്ങൾ വാങ്ങി. ദേവിയോടൊപ്പം ചേർന്ന് രാത്രി പകലാക്കി അവർ ചിപ്സ് ഉണ്ടാക്കി. വണ്ടി നിറയെ പാക്കറ്റുകളുമായി രാഘവൻ വീണ്ടും കവലകളിലേക്കിറങ്ങി. ഇത്തവണ അവന്റെ കണ്ണുകളിൽ ഒരു വാശിയുണ്ടായിരുന്നു. ചിപ്സ് കച്ചവടത്തിലൂടെ ഉണ്ടാക്കിയ പണം കൊണ്ട് രാഘവൻ തന്റെ മണ്ണിൽ വീണ്ടും പൊന്നു വിളയിച്ചു. പച്ചപിടിച്ചു നിൽക്കുന്ന പാടം കണ്ടപ്പോൾ രാഘവന്റെയും ദേവിയുടെയും മനസ്സു നിറഞ്ഞു. പക്ഷേ ആ കാഴ്ച ജന്മിയുടെ കണ്ണുകളെ അസൂയ കൊണ്ട് ചുവപ്പിച്ചു. ആ ഭൂമി എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നായിരുന്നു അയാളുടെ മോഹം. രാത്രിയുടെ ഇരുട്ടിൽ ജന്മിയുടെ ആളുകൾ തൊഴുത്തിൽ നിന്ന് പശുക്കളെ അഴിച്ചഴിച്ചുവിട്ടു. കൃഷി നശിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഭാഗ്യമെന്നോണം പശുക്കളുടെ ഒച്ച കേട്ട് രാഘവൻ ഓടിയെത്തി. രാഘവേട്ട, ഇത് പശുക്കൾ തനിയെ വന്നതല്ല, ആരോ മനഃപൂർവ്വം ചെയ്തതാണ്. നമുക്ക് സൂക്ഷിക്കണം. നീ പേടിക്കേണ്ട ദേവി. വിളവെടുപ്പ് തീരുന്നതുവരെ ഞാൻ രാത്രി ഇവിടെ കാവലിരിക്കും. നമ്മുടെ അധ്വാനം നശിപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അന്ന് അർദ്ധരാത്രിയിൽ ആരും കാണാതെ ജന്മി തന്നെ നേരിട്ടിറങ്ങി. അയാളുടെ കയ്യിൽ ചെടികൾ ഉണങ്ങാനുള്ള മാരകമായ വിഷമുണ്ടായിരുന്നു. വിഷം ചെടികളിലേക്ക് ഒഴിക്കാൻ ജന്മി കൈ പൊക്കിയതും
ഇരുട്ടിൽ നിന്ന് ഒരു നിഴൽ പോലെ രാഘവൻ ചാടി വീണു. രാഘവൻ ഒരൊറ്റ ചവിട്ട് കൊടുത്തു. ജന്മി തെറിച്ചു താഴെ വീണു. അയാളുടെ കയ്യിലിരുന്ന വിഷക്കുപ്പി മണ്ണിൽ ചിതറി. എന്റെ മണ്ണും പെണ്ണും എനിക്ക് ജീവനാണ് ജന്മി. ഇതിനെ നശിപ്പിക്കാൻ വന്ന നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നേരം വെളുക്കട്ടെ, ഈ വിഷക്കുപ്പിയും കൊണ്ട് നിങ്ങളെ ഞാൻ നാട്ടുകാരുടെ മുന്നിൽ നിർത്തും. നിങ്ങളുടെ ഈ മുഖംമൂടി എല്ലാവരും കാണും. അരുത്, എന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തരുത്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ നിന്റെ ഭൂമിയുടെ ആധാരം ഞാൻ ഇപ്പോഴേ തിരിച്ചു തരാം. പണം നീ പതുക്കെ തന്നാൽ മതി. പക്ഷേ ആരോടും ഇത് പറയരുത്. ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പണമോ ആനുകൂല്യമോ എനിക്ക് വേണ്ട. നാളെ നേരം വെളുക്കുമ്പോൾ നിശ്ചയിച്ച പണവുമായി ഞാൻ തറവാട്ടിൽ വരും. അന്ന് എന്റെ ആധാരം എന്റെ കയ്യിൽ കിട്ടണം. ഇനി മേലാൽ ഈ പാടത്തിന്റെ അതിർത്തിയിൽ നിങ്ങളെ കണ്ടുപോകരുത്. പൊയ്ക്കോ. ജന്മിയുടെ ആ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ രാഘവന്റെ മനസ്സിൽ ഒരു പുച്ഛം തോന്നി. പണം കൊണ്ടും അധികാരം കൊണ്ടും പാവങ്ങളെ അടിച്ചമർത്തിയ മനുഷ്യൻ ഇന്ന് തന്റെ മുന്നിൽ ഭിക്ഷക്കാരനെപ്പോലെ നിൽക്കും. ഇരുട്ടിലൂടെ നാണം കേട്ട് ഓടിപ്പോകുന്ന ജന്മിയെ നോക്കി രാഘവൻ ഒരു നിമിഷം നിന്നു. തന്റെ കഠിനാധ്വാനവും സത്യസന്ധതയും വിജയിച്ച നിമിഷം. ദൂരെ നിന്ന് ദേവി വിളക്കുമായി വരുന്നത് കണ്ടപ്പോൾ രാഘവൻ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. ഇനി ഈ മണ്ണിൽ സമാധാനമായി വിളവെടുക്കാം. അതെ, കൂടുതൽ കഥകളുമായി ഉടനെ വരും. അതുവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.